ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വാടാനംകുറിശി വില്ലേജിന് സമീപം സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിലിടിച്ച് 15 ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാവിലമ്മ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വൈകിച്ചെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പണമടച്ചാലേ എക്സ്റേ എടുക്കാൻ കഴിയൂ എന്ന സ്വകാര്യ ആശുപത്രി ജീവനക്കാർ പറഞ്ഞതായി രോഗികളും ബന്ധുക്കളും ആരോപിച്ചു. എക്സ്റേക്ക് ഞങ്ങൾ പോയി. അപ്പൊ അവര് പറയണ ബസ് ഉടമകൾ വന്ന് ഒപ്പണുണ്ടാവും, ഞങ്ങൾക്ക് തരില്ല, അവർക്ക് പ്രശ്നം അവര് കൊടുക്കണ്ട പറഞ്ഞ് വലിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. മരുന്ന് ലിസ്റ്റ് തന്നിട്ടില്ല, എക്സ്റേ തന്നിട്ടില്ല. എത്ര സമയം ഞങ്ങൾ നേരം വിളിച്ചോണ്ട് ഇവിടെ നിൽക്കേണ്ടി വരുമോ? 5 മണിക്ക് വന്നാൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ മാത്രമല്ല, ഒരാരും വായ തുറക്കുന്നില്ല. ആംബുലൻസ് വിളിച്ചിട്ട് അവരെന്നെ BK ദാസിലേക്ക് എത്തിച്ചത്. പോലീസോ അല്ല, മറ്റേ ബസ്സിലെ ആൾക്കാരെ കണ്ടക്ടറോ ഡ്രൈവറോ അല്ല. ഡ്രൈവറാണ് നിൽക്കുന്നത്. ഡ്രൈവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഞങ്ങൾ സ്വയം അവിടെ നിന്ന് വരുന്ന വണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് സേവന ആശുപത്രിക്ക് വന്നത്. ഇവിടെ വന്നിട്ട് 4:45 പറ്റിയ അപകടം 5 മണിയായിക്കിന് ഞങ്ങളിവിടെ 5 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് ഈ ബില്ലും പിടിച്ചിട്ട് എക്സ്റേയുടെ ബില്ലും പിടിച്ചിട്ട് 8 മണി വരെ ഞങ്ങൾ നിൽക്കുകയാണ്. 8 മണി വരെ പോലീസ് ഇവിടെ എത്തിക്കുകയാണ്. അവർ ആ ബില്ല് സ്വീകരിക്കാൻ തന്നെ തയ്യാറായിക്കിന്. ഒരു മരണമാണെന്ന് വെച്ചെങ്കിൽ ഇവരിങ്ങനെ ചിന്തിക്കുമോ? ഇത് ഒരു 18 വയസ്സിൻ്റെ മോൾക്കായിട്ട് മുകളിലെ താടിയിൽ പൊട്ടിക്കിന് ഒരു പല്ല് പോയി. മറ്റേ ഓണറെ വിളിച്ചു, ബസ്സിൻ്റെ ഓണറിനെ വിളിച്ചപ്പോൾ ഓണർ പറയുന്നത് BK ദാസിലേക്ക് പോയിക്കിന് അവിടെ പരിക്ക് പറ്റിയൊരിടത്തേക്ക്. ഈ BK ദാസിൽ കിടക്കുന്ന ആൾക്കാരും സേവനയിൽ കിടക്കുന്ന ആൾക്കാരും ഒരുപോലെ തന്നെ അല്ലേ? കുറച്ച് പരിക്ക് കൂടുതലുണ്ടെന്നുള്ളൂ. എന്നാലും ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു പരിഗണന കൊടുക്കാണ്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ചേട്ടന്മാരെ അവരെ വിളിച്ചു. എന്താണ് ചോദിച്ചാൽ വിളിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോയി. പക്ഷേ പോലീസ് അവരെ വിളിച്ചിട്ടില്ല എന്ന് പോലീസുകാരനെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പോലീസുകാർ വന്നിട്ടാണ് ബില്ല് അവർ സ്വീകരിച്ചത്. ബില്ല് സ്വീകരിച്ചപ്പോൾ ഞങ്ങളെങ്ങനെ പോവുക ചോദിച്ചപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവരും കൂടി ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിലെ കുഞ്ഞു കുട്ടികളുടെ ആൾക്കാരാണ് ഞങ്ങൾ. അതും കൂടി ഒരു പരിഗണന കാണിക്കാതെ പോലീസും അവിടെ ഇറങ്ങിപ്പോയി. മറ്റേ ബസ്സിൻ്റെ ഓണറും ഇങ്ങോട്ട് വന്നിട്ടില്ല, യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത് പറഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല. ഇത് സേവന ആശുപത്രി. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.